ഹലോ, വെൽക്കം ബാക്ക്. ലെറ്റ്സ് ക്രോഷേ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഓൾറെഡി സ്ലിപ്പ് നോട്ടും പിന്നെ ചെയിനും ഇതിൻ്റെ രണ്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 10 ചെയിൻസ് ക്രിയേറ്റ് ചെയ്യും. സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ചെയിൻസ് ആണ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ചെയിൻ ആഡ് ചെയ്യും. ആ ഒരു ചെയിനിൻ്റെ പേരാണ്, എക്സ്ട്രാ ഇടുന്ന ആ ഒരു ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് ടേണിങ് ചെയിൻ. അപ്പോൾ ഇപ്പോൾ ഒരു 20 ചെയിൻസ് ആണ് ഇടുന്നെങ്കിൽ 20ൻ്റെ കൂടെ ഒരു ചെയിൻ എക്സ്ട്രാ ഇടും സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 10 ചെയിൻസ് ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ കുറേ ചെയിൻസ് ക്രിയേറ്റ് ആവുമെന്നല്ലാണ്ട് നമുക്ക് വേറൊന്നും നത്തിങ് ന്യൂ വിൽ ബി ഹാപ്പൻ. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെയിന് കൂടെ ഇട്ടിട്ട് നമ്മൾ വർക്ക് ടേൺ ചെയ്യും. സോ ഒരു ചെയിൻ ഇടാം നമുക്ക്. ഈ ചെയിനിൻ്റെ പേരാണ് ടേണിങ് ചെയിൻ. എന്നിട്ട് വർക്ക് ടേൺ ചെയ്യും. വർക്ക് എങ്ങനെയാണ് ടേൺ ചെയ്യുന്നത് വെച്ചാൽ താഴത്തെ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിന് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിലോട്ടേക്ക് മെല്ലെ റൊട്ടേറ്റ് ചെയ്യും. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും, ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ചെയിൻസിൽ വർക്ക് ചെയ്യും. ഈ ഓരോ ചെയിൻസിൽ നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ ഓർമ്മിക്കണം, നമ്മൾ 11 ചെയിൻസ് ആണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ചെയിൻ അതിൽ ചെയ്യൂല, അത് നമ്മൾ സ്കിപ്പാക്കും. കാരണം അത് നമ്മളെ ടേണിങ് ചെയിൻ അല്ലേ. അപ്പോൾ അത് സ്കിപ്പാക്കി രണ്ടാമത്തെ ചെയിൻ ഹൂക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ 2 ലൂപ്സ് ക്രിയേറ്റ് ആയി. ഇനി ഒന്നും കൂടി യാൺ ഓവർ ചെയ്യും. എന്നിട്ട് ഈ 2 ലൂപ്സിലൂടെയും പുള്ള് ചെയ്യും. അപ്പോൾ സിംഗിൾ ക്രോഷേ റെഡിയായി. ഇതാണ് സിംഗിൾ ക്രോഷേ. സോ ഇനി സ്കിപ്പിംഗ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ചെയിൻ, അതിൻ്റെ നേരെ തൊട്ട് താഴെയുള്ള ചെയിൻ ഏതാണോ ആ ചെയിൻ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പിന്നെയും ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക, പുൾ ഔട്ട്, മേക്ക് 2 ലൂപ്സ്, അഗെയിൻ യാൺ ഓവർ, എന്നിട്ട് 2 ലൂപ്സിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതന്നെ നമ്മൾ ഇനിയുള്ള ബാക്കിയുള്ള 10 ചെയിൻസിലും സെയിം സ്റ്റെപ്സാണ്. ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്സ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് പുൾ ത്രൂ ബോത്ത് ലൂപ്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ചെയിൻസ് എല്ലാം കൗണ്ട് ചെയ്ത്, അതായത് ഓരോ സിംഗിൾ ക്രോഷേയും കൗണ്ട് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 10 സിംഗിൾ ക്രോഷേസ് കിട്ടും. കൗണ്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചെയിൻ മിസ്സാവും. ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയിൻ മിസ്സാവും. ചിലപ്പോൾ 2 പ്രാവശ്യം ഒരു ചെയിനിൽ ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചെയിൻസും ഓരോ സിംഗിൾ ക്രോഷേയിൽ ചെയ്യുന്നത് കൗണ്ട് ചെയ്യുക. പിന്നെ ബിഗിനേഴ്സിനുള്ള ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് ചെയ്യണം. നമ്മൾ ഈ യാൺ ഓവർ ചെയ്യുമല്ലോ, ഇപ്പോൾ യാൺ ഓവർ ചെയ്യുന്ന ഈ ഒരു അത് ആ ഒരു സ്ഥലം എപ്പോഴും ലൂസായിട്ട് വെക്കണം. അത് ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും പുള്ള് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ പിന്നെ കൈയൊക്കെ സ്മൂത്തായിട്ട് നീങ്ങി വരും, അതൊന്നും പിന്നെ പ്രശ്നമില്ല. ബട്ട് ബിഗിനേഴ്സ് ഇതെപ്പോൾ നോട്ട് ചെയ്യാം. പിന്നെ ലൂപ്സും ഹൂക്കും ഒന്നും ടൈറ്റായിട്ട് വെക്കാൻ പാടില്ല. അതെല്ലാം ഒരു എന്താ പറയുക, മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് എപ്പോഴും അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 10 സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ആയി. ഇതാണ് സിംഗിൾ ക്രോഷേ. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെയിന് എക്സ്ട്രാ ഇടും, എന്നിട്ട് കുറച്ച് വലിയൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഈ ഒരു പോർഷൻ കട്ടാക്കും. സിംഗിൾ ക്രോഷേ യൂസ് ചെയ്തിട്ട് ബാഗ്, അമിഗുരുമിയിലൊക്കെ മെയിനാണ് സിംഗിൾ ക്രോഷേ. സോ ഇത് നമ്മളിവിടെ കട്ടാക്കി ഈ പുള്ള് ചെയ്യുക, എന്നിട്ടൊന്ന് ടൈറ്റ് ആക്കുക. അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷേ. ഇത് തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അപ്പം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് യു വിൽ ഡു വാട്ട് യു ഹാവ് ഡൺ. സോ കീപ് പ്രാക്ടീസിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിനെ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ക്രോഷേയിങ്. ബൈ.